ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മേലേക്ക് കിടക്കാം. മാഡം, തൽക്കാലം എന്നെ പവിത്ര എന്ന് വിളിച്ചോളൂ. എനിക്ക് 35 വയസ്സുണ്ട്. വീട്ടമ്മയാണ്. കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായതാണ്. വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച വിവാഹമാണ്. 2 കുട്ടികളുണ്ട്. ഭർത്താവ് ഗൾഫിലാണ്. 1.5 വർഷം കൂടി ഇരിക്കുമ്പോൾ വരും. ഇതായിരുന്നു ഞങ്ങളുടെ ദാമ്പത്യത്തിൻ്റെ പാറ്റേൺ. എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിന് തൊട്ടടുത്ത് കിട്ടിയ വീതത്തിലാണ് ഞങ്ങളുടെ വീട്. തൊട്ടപ്പുറത്ത് കുടുംബ വീടുണ്ട്. അവിടെ ഭർത്താവിൻ്റെ അനിയനുണ്ട്. അവൻ കല്യാണം കഴിച്ചിട്ട് ഏകദേശം 3 വർഷമേ ആയുള്ളൂ. അവനും സ്ഥിരമായിട്ട് ജോലിയുള്ള ഒരാളാണ്. സാമ്പത്തികമായി നല്ല സ്ഥിതിയുള്ളൊരു ഫാമിലിയാണ് ഞങ്ങളുടേത്, എല്ലാവരുടേതും. കല്യാണം കഴിഞ്ഞ് 1.5 മാസം അദ്ദേഹം നാട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പോയിട്ട് 1.5 വർഷം കൂടിയിരിക്കുമ്പോഴാണ് വരുന്നത്. ചിലപ്പോൾ 2 മാസം നിൽക്കും, ചിലപ്പോൾ 1.5 മാസം നിൽക്കും. ആ സമയത്തൊക്കെ നല്ല സ്നേഹമാണ്. കറങ്ങാൻ കൊണ്ടുപോകും. പിന്നീട് കുട്ടികളായപ്പോൾ കുട്ടികളെ കൊണ്ടാണെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോവുകയും സന്തോഷത്തോടെ ഇരിക്കുകയും പണം തരികയും എല്ലാം ചെയ്യും മാഡം. വന്നു കഴിഞ്ഞ് പോകുന്നത് വരെ പുള്ളിക്കാരന് വലിയ ആവേശമാണ്. അതിൽ യാതൊരു കുറവും വരുത്താറില്ല. പക്ഷേ നമ്മളോടതിനെപ്പറ്റി ഒരഭിപ്രായവും ചോദിക്കുകയില്ല, ഒരു സജഷനുമില്ല. പുള്ളിക്ക് ഇഷ്ടമുള്ളൊരു പാറ്റേൺ ഉണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതെനിക്കിഷ്ടമാണെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ, എങ്ങനെയാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടും, ഇങ്ങനെയുള്ള ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. ആ സമയത്ത് നിശബ്ദത മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ആവേശത്തിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല, എന്നോട് ചോദിച്ചിട്ടുമില്ല. ചിലപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വേണ്ട, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള മൂഡ് പോകും, നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ അങ്ങ് നിന്നാൽ മതി എന്നാണ് ഒരു വട്ടം എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞതിൽ പിന്നെ ഞങ്ങൾ തമ്മിൽ ഈ കാര്യത്തെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. വരുമ്പോൾ അദ്ദേഹത്തിന് കടലോളം ആവേശമുണ്ടല്ലോ, അത് ഞാനങ്ങ് സ്വീകരിക്കും. എന്തായാലും ഭർത്താവിൽ നിന്ന് കിട്ടുന്നത് ഉൾക്കൊള്ളാനല്ലേ ഭാര്യമാർ പഠിക്കേണ്ടത് എന്നുള്ള തത്വത്തിൽ ഞാനും അങ്ങ് ലയിച്ചു ചേർന്നു. എന്നാൽ ഭർത്താവിൻ്റെ എല്ലാ ചെയ്തികളും എനിക്കിഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. ഓക്കെ, പിന്നെ വരുന്ന സമയത്ത് എനിക്ക് പറ്റാത്ത ദിവസങ്ങളാണെങ്കിൽ പോലും പുള്ളിക്കാരൻ അതിർത്തി ഭേദിക്കും. ഞാൻ അനിഷ്ടം പറയുകയോ അല്ലെങ്കിൽ പ്രകടിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പുള്ളി വല്ലാതെ ദേഷ്യപ്പെടും. അങ്ങനെ ഒരു വട്ടം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. പിന്നീട് ഞാൻ ഓർക്കും, പുള്ളിക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്കെന്താ പ്രശ്നം, എനിക്കൊന്നുമില്ല എന്ന് ഞാനങ്ങ് വിചാരിച്ചു. അത്രത്തോളം ഭർത്താവുമായി അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു സ്വഭാവമാണ് എൻ്റേത്. ഞങ്ങൾ തമ്മിൽ ഇതല്ലാതെ വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വരുമ്പോഴുള്ള പ്രശ്നമേ ഉള്ളൂ. അല്ലാത്തപ്പോൾ വിളിച്ച് എന്തുണ്ട് വിശേഷം, കുട്ടികളെവിടെ, അമ്മ എവിടെ, അനിയൻ്റെ അടുത്ത് പോയോ ഇങ്ങനെ ചോദിക്കും. ഓക്കെ, കാശിൻ്റെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അത് കഴിയുമ്പോഴേക്കും പിന്നെ പുള്ളി കട്ട് ചെയ്യും. കൂടി വന്നാൽ 5 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 10 മിനിറ്റ്. അതിൽ കൂടുതൽ സംസാരമൊന്നുമില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണല്ലോ കൊറോണ പടർന്നു പിടിച്ചത്. അദ്ദേഹത്തിന് ഗൾഫിൽ വെച്ച് കൊറോണ വന്നു. അത് കഴിഞ്ഞ് ശമനമായപ്പോഴാണ് നാട്ടിൽ വന്നത്. ഇത്തിരി ഗുരുതരമായിരുന്നു. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു. എല്ലാവർക്കും കൊറോണ വന്നു. എങ്കിലും അദ്ദേഹം അത് കഴിഞ്ഞ് ലീവിന് വന്നു. ലീവിന് വന്നപ്പോൾ ഇവിടെ 3-4 മാസം ഉണ്ടായിരുന്നു മാഡം. പക്ഷേ ആ സമയത്ത് വന്നപ്പോൾ തന്നെ അന്ന് രാത്രി എന്നോട് പറഞ്ഞു, എനിക്ക് തീരെ വയ്യ. പുള്ളി എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, റെസ്റ്റ് എടുത്തോളൂ എന്ന്. അങ്ങനെ 1 മാസം കടന്നുപോയി മാഡം. എന്നോട് യാതൊരു വിധത്തിലുള്ള സ്നേഹമോ പ്രകടനങ്ങളോ പുള്ളി പുറത്തെടുത്തില്ല. മരിച്ച് തിരിച്ചു വന്നതല്ലേ, അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ കാര്യം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല, ആരോഗ്യം വയ്യല്ലോ, ഇവിടെ ഉണ്ടല്ലോ നല്ല ഫുഡും നല്ല മരുന്നൊക്കെ കൊടുത്ത് നല്ല കുതിരക്കുട്ടിയാക്കി ഞാൻ എടുക്കും എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞില്ലെങ്കിലും ഭർത്താവിൻ്റെ സമീപം പെണ്ണുങ്ങൾക്ക് ആവശ്യമല്ലേ. അങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ നടന്നു. പുള്ളി എല്ലാ തരത്തിലും നല്ല ആരോഗ്യവാനായി 1.5 മാസം കൊണ്ട്. പക്ഷേ എന്നോട് യാതൊരു വിധത്തിലും സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. പണ്ട് വരുമ്പോഴുള്ള ആവേശം ഒന്നുമില്ല, സീറോയാണ്. ഞാൻ ഒരു ദിവസം അങ്ങോട്ട് അടുത്ത് ചേർന്ന് കിടന്നപ്പോഴേക്കും എന്നെ വഴക്ക് പറയുകയാണ് ചെയ്തത്. എൻ്റെ വയ്യാഴിക നിനക്കറിയില്ലേ, നീ അപ്പുറത്തോട് മാറിക്കിടക്കാൻ. എനിക്ക് വല്ലാത്ത അപമാനമായിരുന്നു മാഡം. ഞാൻ അങ്ങോട്ട് വലിഞ്ഞു കയറിച്ചെന്ന് എന്നെ ആട്ടിയിറക്കിയ പോലെയായി. ഞാൻ പിന്നെ 2 ആഴ്ചത്തേക്ക് ഒന്നിനും ട്രൈ ചെയ്തില്ല. ഇങ്ങോട്ട് വരും, ഇപ്പോൾ നന്നായല്ലോ ആരോഗ്യം എന്ന് വിചാരിച്ചു. പക്ഷെ പുള്ളി എന്നെ മൈൻഡ് ചെയ്തേയില്ല. എല്ലാവരുടെ മുന്നേ വെച്ച് നല്ല സ്നേഹമാണ്, എന്ന് വാങ്ങിച്ചു തരും, പണത്തിന് പ്രശ്നമില്ല. അതൊക്കെ അപ്പോഴും അങ്ങനെ തന്നെയാണ്. എങ്കിലും രാത്രിയാകുമ്പോൾ പുള്ളി കൂർക്കം വലിച്ച് ഉറക്കമായി. യഥാർത്ഥത്തിൽ പുള്ളിക്ക് കൊറോണ വന്ന ശേഷം എല്ലാം പോയോ, ഫ്യൂസ് അടിച്ചു പോയോ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ തുറന്നു ചോദിച്ചു, നിങ്ങൾക്കിപ്പം എന്താ പറ്റിയത്? അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്നതിൽ പിന്നെ എന്നോട് യാതൊരു രീതിയിൽ സ്നേഹമായിട്ട് പെരുമാറിയിട്ടില്ല. നിങ്ങൾ രാത്രിയിൽ എന്തിനാണിങ്ങനെ മാറിക്കിടക്കുന്നത്, പെട്ടെന്ന് ഉറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പൊട്ടിത്തെറിച്ചു. നിന്നോടല്ല ഞാൻ പറഞ്ഞത് എനിക്ക് യാതൊരു താല്പര്യമില്ല, എൻ്റെ ശരീരത്തിന് ഇപ്പോഴത് ആവശ്യമില്ല. ഉള്ള സമയത്ത് നിനക്ക് സന്തോഷം
സന്തോഷം നൽകി. ഇനിയിപ്പോൾ എനിക്കത് വയ്യ. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്ന് ആരോഗ്യം വീണ്ടെടുത്തത്. ഇനി നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു മാഡം. ഞാൻ അന്തം വിട്ടുപോയി. അങ്ങനെ ഏതെങ്കിലും ഭർത്താവ് പറയുമോ ഇങ്ങേർക്ക് എന്താ കൊറോണ വന്ന് തലയുടെ ഫ്യൂസ് അടിച്ചു പോയോ എന്ന് ഞാൻ ഓർത്തു. പിന്നീട് ആ 3-4 മാസക്കാലം ഒന്നുമില്ല മാഡം. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സ്നേഹത്തോടു കൂടി എന്നോട് സംസാരിക്കും, അത്രയേ ഉള്ളൂ. പുള്ളി ടാറ്റ പറഞ്ഞു പോവുകയും ചെയ്തു. എൻ്റെ അവസ്ഥ മാഡം ഒന്ന് ആലോചിക്കണം. ഭർത്താവ് വരുമ്പോഴുള്ള ആവേശമെങ്കിലും എനിക്ക് സന്തോഷമായി കിട്ടിയിരുന്നു. ഇപ്പോൾ ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ലാത്ത അവസ്ഥയായി. പിന്നെ കുലസ്ത്രീ എന്ന് മാഡം ചിലപ്പോൾ പറയാറില്ലേ? വീട്ടിനുള്ളിൽ കുത്തിയിരിക്കുന്ന സ്ത്രീകൾക്ക് എന്താണ് മാഡം ഓപ്ഷൻ? ഒന്നുമില്ല. സ്വയം സഹകരണ സംഘം. അതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. എന്തോ പണ്ട് മുതലേ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പേടിയോ വെറുപ്പോ ഒക്കെയാണ്. അപ്പോൾ അതും എൻ്റെ കാര്യത്തിൽ പ്രാവർത്തികമാക്കില്ല. ഇനിയിപ്പോൾ മഴ ഒരിക്കലും കിട്ടാത്ത വേഴാമ്പലിനെ പോലെ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരവസ്ഥയാണ് എൻ്റെയെന്ന് എനിക്കറിയാം. ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില പെണ്ണുങ്ങൾ വന്നിരുന്ന് അവനവൻ്റെ ആവശ്യം ചോദിച്ചു വാങ്ങണം, ഭർത്താക്കന്മാരിൽ നിന്ന് സ്വയം തിരിച്ചറിയണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കും, ഭർത്താവിനോട് അങ്ങ് ചോദിക്കണം, അടുത്ത വർഷം വരെ പിന്നെയും കാത്തിരിക്കണ്ടേ എന്നൊക്കെ ഓർത്തു. എന്തായാലും എന്ത് പറഞ്ഞിട്ട് പുള്ളി ഈ മാത്രം സംസാരിക്കുന്നില്ല. പിന്നെയും മോശക സ്ത്രീ ആയതുപോലെ ഞാൻ ജീവിച്ചു പോന്നു. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ആരോട് ഷെയർ ചെയ്യാനാണ്? ഷെയർ ചെയ്താലും ഇതിനിപ്പോൾ ആരെങ്കിലും വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ പറ്റുമോ? ഒന്നും നടക്കില്ല. പക്ഷേ ഭർത്താവ് പോകുന്നതിന് മുമ്പ് അവിടെ ഒരു സംഭവം നടന്നു. സംഭവമല്ല, എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ കല്യാണം. അവൻ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്. എൻ്റെ അമ്മായിമ്മയ്ക്ക് ആ ബന്ധം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഭർത്താവ് പറഞ്ഞ് എങ്ങനെയെങ്കിലും നടത്തി കൊടുക്കാമെന്ന്. അങ്ങനെയാണ് ആ ബന്ധം എൻ്റെ ഭർത്താവ് പോകുന്നതിന് 2 ആഴ്ച മുമ്പ് നടത്തിക്കൊടുത്തത്. ആ പെണ്ണിനെ കാണാൻ നല്ലൊരു സുന്ദരിയാണ്. പക്ഷേ ഇവരുടെ കൾച്ചറും ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ത്രീയെയല്ല അവർ. എന്നെപ്പോലെ ഭർത്താവിനോട് പേടിച്ചൊന്നും സംസാരിക്കാതിരിക്കുക, കുലിനത്തം ചമയുക, കുലസ്ത്രീ ആയിരിക്കുക, ഇതൊന്നും അവൾക്കില്ല. അവൾ വായി തോന്നുന്നതൊക്കെ പറയും. നല്ല തെറി പറയുന്ന കൂട്ടത്തിലാണ്. ഭർത്താവിനെയും അവൾ തെറി വിളിക്കുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. പക്ഷെ ഞങ്ങളുടെ വീടുമായിട്ട് അതൊട്ടും ചേർന്ന് പോകില്ല. വന്ന് 1 മാസം കഴിഞ്ഞതിന് മുമ്പേ അമ്മായിമ്മ ഏതാണ്ട് പറഞ്ഞപ്പോൾ ഒന്ന് പോതള്ളേ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മായിമ്മയ്ക്ക് അതൊക്കെ വലിയ പ്രശ്നമാണ്. കാര്യം അവിടെ ഒന്നും ആരും അങ്ങനെ പറയില്ല. അതിൻ്റെ പേരിൽ 1 മാസം കഴിയുന്നതിന് മുമ്പേ ആ വീട്ടിൽ വഴക്കും വക്കാണൊക്കെയായി. ആ സമയത്ത് അവൾ അവനോട് പറഞ്ഞ ഭാഷ കേട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി മാഡം. തെറികളൊക്കെ നമ്മൾ കേട്ട് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്ന് വെച്ചിട്ട് ഇപ്പോൾ അമ്മയോ മക്കളെയോ ഭർത്താവിനെയൊക്കെ വിളിക്കാൻ പറ്റുമോ? അവൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവനെ ആയും പോവും മായി ചേർത്താണ് തെറി വിളിക്കുന്നത്. അവനും തിരിച്ചു വിളിക്കും. രണ്ടുപേരും തമ്മിൽ പിന്നീട് അങ്ങ് ഒത്തുചേരുകയും ചെയ്യും. ന്യൂ ജനറേഷനാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ അമ്മായിമ്മയ്ക്ക് അതൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അമ്മായിമ്മ കരഞ്ഞുകൊണ്ട് മോനെ വിളിക്കും, അതായത് എൻ്റെ ഭർത്താവിനെ. അപ്പോഴേക്കും എൻ്റെ ഭർത്താവ് അമ്മ അങ്ങനെ വിളിച്ചോ, നമ്മുടെ കുടുംബം തകർന്നു പോയി, എനിക്കറിയില്ലേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കും. എടി നീ ഒന്ന് പോയി നോക്ക് അമ്മേ, അവൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറയും എനിക്കറിയില്ല, അവൾ പറഞ്ഞെങ്കിൽ അമ്മ തിരിച്ചു പറയണം, അത്രേ ഉള്ളൂ എന്ന്. അപ്പോഴേക്കും ഭർത്താവ് ഷൗട്ട് ചെയ്യും, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ നടന്നിട്ടില്ലെന്ന് നിനക്കറിയില്ലേ? ഞാൻ പറയും എനിക്കറിയില്ല, നിങ്ങളുടെ കുടുംബത്തിലെ ഹിസ്റ്ററി ഒന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ അമ്മായിമ്മേ ഇങ്ങനെയൊന്നും. അമ്മായിമ്മയോട് നല്ല റെസ്പെക്റ്റോടുകൂടിയാണ് ഞാൻ പെരുമാറുന്നത്. അവളുടെ നാക്കിനകത്ത് കയറിയിരുന്ന് എനിക്ക് അവളെ നിയന്ത്രിക്കാൻ പറ്റുമോ? അവളുടെ ഭർത്താവും അവളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞാണ് സംസാരിക്കുന്നതും അഭിസംബോധന ചെയ്യുന്നതും. നിങ്ങളോട് അങ്ങനെ പറയാൻ പറ്റില്ലോ, ന്യായമായൊരു കാര്യം ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് ഉത്തരവില്ലല്ലോ എന്ന് പറഞ്ഞു. ഭർത്താവിനത് കൊണ്ടു. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളാത്ത ആളാണെന്നാണോ? അതെനിക്കറിയില്ല, നിങ്ങൾക്കേ അറിയുള്ളൂ നിങ്ങൾക്ക് കൊള്ളാമോ നിങ്ങൾക്ക് കൊള്ളില്ലയോ എന്നൊക്കെ. എന്തായാലും അവനും അവളും കൂടെ തമ്മിൽ തെറി വിളിച്ചെന്ന് പറഞ്ഞാലും അവരുടെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ട്. ഓഹോ, അപ്പോൾ നിനക്ക് അതാണ് പ്രശ്നം. അവളുടെ കൂടെ കൂടി നീയും തറയായി എന്നൊക്കെ ഭർത്താവിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആണെങ്കിൽ ആയിക്കോട്ടെ, നിങ്ങൾ വെച്ചിട്ട് പോ, എനിക്ക് അവിടുത്തെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവും ഞാനും കൂടെ ആദ്യമായി ഉടക്ക് ലൈനിൽ സംസാരിക്കാൻ തുടങ്ങിയത് ഈ ഒരു സംഭവത്തിന് ശേഷമാണ്. പക്ഷേ അനിയനും അനിയത്തിയും തമ്മിൽ നല്ല വഴക്കുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ അവൾ ചില പിടുത്തങ്ങളിൽ കൂടി അവനെ നിയന്ത്രിച്ച് നിർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മാഡം, ഒളിഞ്ഞും തെളിഞ്ഞും. എനിക്കതൊക്കെ വല്ലാത്ത അത്ഭുതമായിരുന്നു. ദൈവമേ, വല്ലാത്തൊരു പെണ്ണ് തന്നെ, അവനും അതിന് കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വക്കാണവും അമ്മായിയമ്മയും തെറിവിളിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കലന്തല്ലിലും നാട്ടുകാരെല്ലാം കൂടെ കണ്ട് ഇത്രയും നാളും കിട്ടിപ്പൊക്കിയ വ്യാജ അഭിമാനങ്ങളെല്ലാം അങ്ങ് പോയി. ഒരു ദിവസം അവൾ മുറ്റത്തിറങ്ങി നിന്ന് അമ്മായിയമ്മയെ പുഴുത്ത തെറി വിളിക്കുകയായിരുന്നു. ഭർത്താവ് അന്ന് അവിടെ ഇല്ലായിരുന്നു. ഞാൻ ഇറങ്ങിച്ചെന്ന് അവളെ തടഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നെയും തെറി വിളിച്ചു. കയറിപ്പോടി, ഭർത്താവ് വർഷങ്ങളായി ഗൾഫിലായിട്ട് നാട്ടിലുള്ള ആണുങ്ങളെല്ലാം വലിച്ചു കയറ്റുന്ന ഡാഷ് മോളെ എന്നവൾ എന്നെ വിളിച്ചു മാഡം.
ഞാനത് കേട്ട് ശരിക്കും ഞെട്ടിപ്പോയി. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു വർത്തമാനം ഞാൻ കേട്ടിട്ടില്ല. ഭർത്താവ് ഗൾഫിലായപ്പോൾ, അല്ലെങ്കിൽ ഭർത്താവിന് ഒന്നും വയ്യാതായപ്പോൾ സ്വയം സഹായങ്ങൾ പോലും ചെയ്യാത്തൊരു സ്ത്രീയാണ് ഞാൻ എവിടെയാണ് ആണുങ്ങളെ വിളിച്ചു കയറ്റിയത്? അങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ പോലുമില്ല. അങ്ങനെ ആണുങ്ങളുമില്ല. എന്നോട് ആരങ്ങനെ പെരുമാറിയിട്ടുമില്ല. എനിക്ക് ശരിക്കും കരി വന്നു. ആ സമയത്ത് അവൾ പറഞ്ഞ തെറികളിൽ 2 ഞാനും തിരിച്ചു പറഞ്ഞു. അതോടുകൂടി അവൾ പുഴുത്ത തെറിയെന്നെ വിളിക്കാൻ തുടങ്ങി. ഞാൻ വിട്ടുകൊടുത്തില്ല മാഡം. ആ സമയത്ത് കുലസ്ത്രീ പട്ടം ഞാൻ ഊരി വെച്ചു. അവൾ ആടിയതിനേക്കാൾ 10% കുറച്ചാണെങ്കിലും ഞാൻ നന്നായി ആടി. അവളുടെ അത്രയും തെറിവാക്കുകൾ എനിക്കറിയില്ല. എങ്കിലും ഉള്ള തെറി വെച്ച് ഞാനൊരു അഭിഷേകം നടത്തി മാഡം. അവളും ഞെട്ടിപ്പോയി കാണും. ഞാൻ ഇത്രയും നാളായിട്ട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അവൾ അവസാനം നിന്നെ ഞാൻ കാണിച്ചു തരാവടി എന്ന് പറഞ്ഞ് വീടിനകത്തേക്ക് കയറിപ്പോയി. അമ്മായിമ്മ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഭാവം കണ്ട് അമ്മായിമ്മയെ ഞെട്ടിപ്പോയി. ഞാൻ പാവമാണെന്നാണ് വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ അമ്മായിമ്മ അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ അവളെ എതിരിടാൻ ചെന്നത്. പക്ഷേ എന്നെയും തെറി പറഞ്ഞല്ലോ. ഞാനും തിരിച്ചു പറഞ്ഞു. അമ്മായിമ്മ എൻ്റെ കൂടെ നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അമ്മായിമ്മ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു. കൊച്ചു മരുമകൾ വലിയ വഴക്കും തെറിവിളിയുമായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് തെറി വിളിച്ചെന്ന് ഭർത്താവിനെ ഒത്തിരി വഴക്ക് പറഞ്ഞു. നിന്റെ സ്വഭാവം ആകെ മാറിപ്പോയി. നീയും തറ പെണ്ണുങ്ങളെ പോലെ ആയി തെറി വിളിച്ചു എന്ന് ഞാൻ ചോദിച്ചു. എന്നെക്കുറിച്ച് ഇങ്ങനെ വൃത്തികേട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് കേട്ടുകൊണ്ട് നിൽക്കണോ? അപ്പോൾ എന്ത് വൃത്തികേടാണ് പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഭർത്താവില്ലാത്ത സമയത്ത് ആണുങ്ങൾ വിളിച്ചു കയറ്റിയതെന്ന് അവൾ പറഞ്ഞു. ഭർത്താവ് ഗൾഫിലായതുകൊണ്ട് എനിക്ക് അത്രയും സന്തോഷമെന്ന്. അത് കിട്ടുകഴിഞ്ഞപ്പോൾ ഭർത്താവ് പറയുകയാണ്, അവൾ വൃത്തികെട്ടവളാണെങ്കിലും അവൾ എന്തെങ്കിലും തെളിവ് കണ്ടിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞതെന്നും. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കാലിൽ നിന്ന് സിര വരെ രക്തം എരച്ചു വന്നു. കഴിവുകെട്ട ആണുങ്ങളുണ്ടെങ്കിൽ സ്ത്രീകൾ ചിലപ്പോൾ പുറത്തുനിന്ന് ആൾക്കാരെ ആശ്രയിച്ചെന്ന് വരും എന്ന് ഞാനങ്ങ് പറഞ്ഞു പോയി മാഡം. അന്നോടുകൂടി ഭർത്താവിൻ്റെ കണ്ണിലെ കരടായി ഞാൻ. എനിക്ക് നാട്ടിൽ ആരോടോ ബന്ധമുണ്ടെന്നാണ് ഭർത്താവ് പറഞ്ഞത്. ഞാൻ പിന്നെ അതിനൊന്നും എതിരിടാൻ പോയില്ല. ആണെങ്കിലാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ, എന്നെ ഡൈവോഴ്സ് ചെയ്യേ, ഞാൻ വീട്ടിൽ പോയിക്കോളാം എന്ന് പറഞ്ഞു. അതുവരെ എൻ്റെ വീട്ടുകാർക്ക് ഇതൊന്നും അറിയില്ല. ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് A to Z കാര്യങ്ങളും പറയാവുന്ന സഭ്യമായ രീതിയിൽ പറഞ്ഞു. പക്ഷേ എൻ്റെ അച്ഛൻ എൻ്റെ ഭർത്താവിന് പേടിയാണ്. കാര്യം എൻ്റെ അച്ഛൻ നല്ല പൊസിഷനിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ്. അച്ഛൻ വിളിച്ച് എൻ്റെ ഭർത്താവിന് നന്നായിട്ട് കുടഞ്ഞു. അവസാനം പ്രശ്നങ്ങൾ ചോദിച്ചു. അതോടുകൂടി ഭർത്താവിൻ്റെ നാക്ക് അടഞ്ഞുപോയി. അങ്ങേർക്ക് എന്നെ ഒന്നും പറയണ്ട. പിറ്റേന്ന് മുതൽ നല്ല സ്നേഹത്തോട് പെരുമാറാൻ തുടങ്ങി. പക്ഷേ എൻ്റെ ഭർത്താവ് അത്ര ശരിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങേ ഒരു കള്ളനാണ്. യഥാർത്ഥ സ്നേഹമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നി തുടങ്ങി. പിന്നീട് ഈ അടുത്ത കാലത്താണ് മാഡം അദ്ദേഹം ലീവിന് വന്നത്. അതുവരെ സാധാരണ ഇതിൽ സംസാരിച്ച് മുന്നോട്ട് പോകുകയായിരുന്നു. ഇതിനിടയ്ക്ക് അവിടെ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയനും അനിയത്തിയും കൂടെ വഴക്കുണ്ടായല്ലോ. അത് പ്രേമിച്ച് കല്യാണം കഴിച്ചതിൻ്റെ പ്രശ്നമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. അവളുടെ സ്വഭാവം ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. അവസാനം അവനും അവളും കൂടെ വഴക്കായി. 2 പേരും 2 തട്ടിലായി. അവൾ അവളുടെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ വിവാഹമോചനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടില്ല. അങ്ങനെ അവസ്ഥയായി. എൻ്റെ ഭർത്താവിൻ്റെ അനിയനോട് കളിച്ചിരി തമാശകളും പൊതുവായ കാര്യങ്ങളുമൊക്കെ മാത്രമേ ഞാൻ പറയുകയുള്ളൂ. അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നും അവനോട് ഡിസ്കസ് ചെയ്യില്ല. കാര്യം അവൻ സുന്ദരനായ ക്യൂട്ടായ നിഷ്കളങ്കനായ ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവനോട് അങ്ങനൊന്നും ഞാൻ മിണ്ടിയിട്ടില്ല. പക്ഷേ ഇവളുമായിട്ട് പിരിയുന്ന സമയമായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിളിച്ച് കുറേ ഉപദേശിച്ചു. അവനപ്പോൾ അവളുടെ ക്യാരക്ടറും അവളുടെ സ്വഭാവവും ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവൾക്ക് ഒന്നിലധികം ആളുകളായിട്ട് ബന്ധമുണ്ട്, അങ്ങനെ മറ്റു പല പ്രശ്നങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവരുടെ ദാമ്പത്യ രഹസ്യങ്ങൾ എന്നോട് പറഞ്ഞു. അന്ന് തൊട്ട് ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കുകയും വലിയ വലിയ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും പറയാൻ കൊള്ളാവുന്നതും കൊള്ളാത്തതും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയം തുറന്ന് സംസാരിക്കും. എൻ്റെ നല്ലൊരു ഫ്രണ്ട് പോലെയാണ് എനിക്ക് അവനോട് തോന്നിയത്. അതിനു മുമ്പ് ഭർത്താവും അവനും തമ്മിൽ മാത്രമായിരുന്നു നല്ല ഫ്രണ്ട്ഷിപ്പ് പോലെ എനിക്ക് തോന്നിയത്. അവർ രണ്ടുപേരും ചക്കരയും ഈച്ചയൊക്കെ പോലെയാണ്. ഭയങ്കര സ്നേഹമാണ് പരസ്പരം. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എനിക്കറിയാം. ഈ വിവാഹമോചന കാര്യത്തിലും ഈ കല്യാണക്കാര്യത്തിലും എല്ലാം ചേട്ടനാണ് അനിയനെ സപ്പോർട്ട് ചെയ്തത്. അത്രയ്ക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് അവർക്ക്. പ്രായവ്യത്യാസമുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അതുപോലൊരു ബന്ധമാണ് അനിയനുമായിട്ട് എനിക്ക്. അതിനിടയ്ക്ക് ഒരു ദിവസം പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അനിയൻ എന്നോട് അബദ്ധവശാൽ ഇങ്ങോട്ട് പറഞ്ഞു, എന്തായാലും ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖമുണ്ടെന്ന്. ഞാൻ ചോദിച്ചു, എന്താ നിനക്ക് ദുഃഖം? അപ്പോൾ പറഞ്ഞു, അല്ല ചേട്ടന് എന്താടാ, ചേട്ടൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ അയ്യോ അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അറിയാതെ പറഞ്ഞാണെങ്കിലും മനസ്സിൽ നിന്ന് വന്നല്ലേ, സത്യം പറ ചേട്ടൻ എന്താ പറ്റിയത്, ചേട്ടൻ നിന്നോട് എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, കൊറോണ വന്നതിൽ പിന്നെ ചേട്ടന് ഒട്ടും വയ്യായിരുന്നു. അത് കഴിഞ്ഞതിൽ പിന്നെ
പിന്നെ ഒരു രീതിയിലും ആരോടും ഒരു താല്പര്യം തോന്നില്ല. പ്രത്യേകിച്ച് ചേച്ചിയോട് ഒന്നും തോന്നില്ല. അദ്ദേഹത്തിന് സ്വയമായിട്ട് പോലും ഒന്നും തോന്നില്ല. വികാരങ്ങളെല്ലാം പാടെ അപ്രത്യക്ഷമായി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും ചേട്ടനും കൂടെ സൈക്കാട്രിസ്റ്റിനെയും മറ്റു ഡോക്ടർമാരെ ഒക്കെ കാണാൻ പോയിരുന്നു. അവർ കൊടുത്ത മരുന്നുകളൊക്കെ രഹസ്യമായിട്ട് കഴിച്ചു. എന്നിട്ട് പോലും ചേട്ടന് യാതൊരു വിധത്തിലും ഒന്നും തോന്നുന്നില്ല. എല്ലാ ചികിത്സകളും കേരളത്തിൽ വന്ന് പരീക്ഷിച്ചതാണ് ആ 3-4 മാസത്തിനിടയ്ക്ക്. എന്നിട്ടും ഒരു രീതിയിലും പെർഫോം ചെയ്യാനുള്ള ഒന്നും അദ്ദേഹത്തിന് ബാക്കിയുണ്ടായിരുന്നില്ല. പൂർണ്ണമായും അദ്ദേഹം ഇതിൽ നിന്നെല്ലാം പോയി. ഒരു ചികിത്സ ചെയ്താലും ഇനി അദ്ദേഹത്തിന് മാറ്റം ഉണ്ടാകാൻ തോന്നുന്നില്ല എന്നവൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. ഇതൊക്കെ കേട്ടുകഴിവ് പോലും ഇല്ലാത്ത കാര്യമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ കൊറോണ വന്നു കഴിഞ്ഞാൽ? ഇനി കൊറോണയാണോ കുറ്റം പറയേണ്ടത് എന്താണെന്നൊന്നും എനിക്കറിയില്ല മാഡം. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ വന്ന് അവരെല്ലാ ട്രീറ്റ്മെൻറ്റും നോക്കി. ഇനിയൊരു രക്ഷയില്ല. ഇവിടത്തേക്കാൾ നല്ല ചികിത്സ ഇനി എവിടെ കിട്ടാനാണ്? ഇനി ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലാന്ന് തോന്നി. അനിയൻ നീ കഥ പറഞ്ഞതൊന്നും ഞാൻ ഭർത്താവിനോട് ചോദിച്ചില്ല. ഞാൻ നോർമലായി സംസാരിച്ചു. പിന്നീട് അദ്ദേഹം ലീവിന് വന്നില്ലേ മാഡം, ആ സമയത്ത് ഭർത്താവിനോട് ഞാൻ തുറന്നു ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇതേപോലെയൊക്കെയുള്ള കുഴപ്പങ്ങൾ എനിക്കുണ്ട്, ഇപ്പോഴും റെഡി ആയിട്ടില്ല. എനിക്ക് യാതൊരു വിധത്തിലുമുള്ള വികാരം ആരോടും തോന്നില്ല. എനിക്ക് നീ ശ്രമിച്ചാൽ പോലും ഒന്നും ശരിയാവാൻ തോന്നില്ലെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ പറഞ്ഞു ഞാൻ പതിപോലെ ശ്രമിക്കാമെന്ന്. ശരിയാണ് മാഡം, അന്ന് അദ്ദേഹം അനുവദിച്ചെങ്കിലും ഞാൻ എനിക്കറിയാവുന്ന രീതിയിലും അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള രീതിയിലും എനിക്ക് പറ്റുന്ന രീതിയിലും ഒക്കെ ഭർത്താവിനോട് ഞാൻ സ്നേഹം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി ഞാൻ പലതും ശ്രമിച്ചു. പക്ഷേ ചാഞ്ഞ വീരൻ ചരിഞ്ഞു തന്നെ കിടന്നു. ഞാൻ എന്ത് ചെയ്യും? അങ്ങനൊരവസ്ഥയായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എല്ലാം മനസ്സിലായി. ഇനിയിപ്പോൾ ഒന്നും മുന്നോട്ട് പോകില്ല, ഒന്നും പ്രതീക്ഷിക്കേണ്ട, കുട്ടികളെ വളർത്തി ഇവിടെ താമസിക്കാം എന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് ഡോക്ടറെ കാണാനെന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവും അനിയനും കൂടെ പലയിടത്തും പോയി. എന്നിട്ടും ഒരു ഗുണവും ഉണ്ടായില്ല മാഡം. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ ഒരു തീരുമാനമെടുത്തു. നിനക്കിഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയുകയാണ്. അനിയൻ ഇവിടെ ഉണ്ടല്ലോ, അവൻ്റെ ഭാര്യ അവനെ പിരിഞ്ഞുപോയി. ഇനി അവന് വേറെ കല്യാണം ആലോചിക്കാനാണോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, അതല്ല, ഇനി അവന് വേറെ കല്യാണമൊന്നും വേണ്ട ഉടനെ. പക്ഷേ എനിക്ക് ഒരു ഐഡിയ തോന്നുന്നത്, എന്തായാലും എന്നെക്കൊണ്ട് ഇനിയൊന്നും സാധിക്കില്ല. നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും എനിക്കുള്ളിൽ തീ പുകയും. നിങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യ പറഞ്ഞത്? അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുകയാണ്, അവനാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, നമ്മുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുമെന്ന്. നിങ്ങൾ എന്തായി പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, അവൻ വരും, അല്ലെങ്കിൽ അവൻ്റെ അടുത്തേക്ക് നമ്മൾ പോകും, ഞാനും കൂടെ ഉണ്ടാകും, നമുക്ക് ഇത് തുടങ്ങി വയ്ക്കാം. ഞാൻ പറഞ്ഞു, എനിക്കത് പറ്റില്ല, അത്തരത്തിലൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭർത്താവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നമ്മുടെ ജീവിതം കുളമാകും, കുട്ടികളുണ്ട്, അവൻ്റെ ജീവിതം കുളമായിരിക്കുകയാണ്, അവനും ഏതെങ്കിലും വഴിക്ക് കയറിപ്പോകും, നിനക്ക് ചിലപ്പോൾ എന്തെങ്കിലും അരുതായ്ക തോന്നും. ഇതാകുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല, ആരും അറിയില്ല. നമ്മൾ 3 പേരേ ഉള്ളൂ. അവനാണെങ്കിൽ ചെറുപ്പമാണ്, സുന്ദരനാണ്, പിന്നെ എൻ്റെ അനിയനായതുകൊണ്ട് എനിക്കിട്ട് അസൂയമില്ല. വേറെ ആൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിൽ അത് പ്രശ്നമാകും. അവനാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, അവനും പ്രശ്നമില്ല, നിനക്കും പ്രശ്നമില്ല. കുടുംബത്തിലും ആരും അറിയാതെ ഇതെല്ലാം സ്മൂത്തായിട്ട് പോകുമെന്ന് പറഞ്ഞു. അന്ന് ഭർത്താവ് കരഞ്ഞ് സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞ് ഈ കാര്യം എന്നെക്കൊണ്ട് സമ്മതിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അവൻ രാത്രി കുട്ടികൾ ഉറങ്ങി കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലേക്ക് വരികയായിരുന്നു. അവനെ ഭർത്താവാണ് വീടിനുള്ളിലേക്ക് ആനയിച്ചത്. അത് കഴിഞ്ഞ ശേഷം ഭർത്താവ് മുൻപത്തെ പോലെയല്ല, എല്ലാം തുറന്നു പറഞ്ഞു. ഒരു പ്രശ്നവുമില്ല, നിൻ്റെ ചേട്ടത്തി ഇനി നിനക്കും കൂടി സ്വന്തമാണ്. നമ്മൾ 3 പേരും അറിഞ്ഞുകൊണ്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. അതല്ലാതെ ഇനി നീ പോയി ഒരു പെണ്ണെ പ്രേമിക്കരുത്. നിനക്ക് ചേട്ടത്തി ഇവിടെ ഉണ്ട്, എനിക്ക് ഗൾഫിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിക്കുകയും ചെയ്യാം. നമ്മൾ 3 പേരും മാത്രം മതി എന്ന് പറഞ്ഞു. ചേട്ടനാണ് അനിയന് മുന്നിലുള്ള തടസ്സങ്ങളും എല്ലാം മാറ്റിക്കൊടുത്തത്. പക്ഷേ ചേട്ടനേക്കാൾ വലിയൊരു ആവശ്യക്കാരനാണ് അനിയനെന്ന് എനിക്കപ്പോഴാണ് മനസ്സിലായത്. 10 ഗുണം 10 ഗുണം ജീനുകളിൽ അതെല്ലാം കാണില്ലേ? പക്ഷേ അനിയൻ്റെ ആവേശം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനും ആവേശം കയറുകയായിരുന്നു. ചേട്ടൻ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു. ചേച്ചിയെ നീ എന്ന് സ്വന്തമാക്കടാ കുട്ട എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ 2-3 ഘട്ടങ്ങളിൽ ഞങ്ങൾക്കെല്ലാവർക്കും ചെറിയ ചമ്മലുകളുണ്ടായിരുന്നു. പക്ഷേ
പിന്നീട് ഹസ്ബൻഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ ചെയ്തു തന്നത്. അനിയനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മതിമറന്ന് അലറുമ്പോൾ ഭർത്താവ് പറയും, പണ്ട് നിനക്ക് ഇത്രയും സ്വാതന്ത്ര്യമില്ലായിരുന്നു, ഇപ്പോൾ നീ അതിയായി സന്തോഷിക്കുന്നുണ്ടെന്ന് പറയും. ഞാനപ്പോൾ പറയും, നമ്മുടെ കാലാവസ്ഥയെല്ലാം അങ്ങ് മാറിപ്പോയി, ഇപ്പോൾ ഇവിടെ ചുഴലിക്കൊടുങ്കാറ്റടിക്കുകയില്ലേ ചേട്ടാന്ന്. എന്തായാലും ഞങ്ങൾ 3 പേരും പണ്ടത്തെ രീതിയിലുള്ള എല്ലാ സ്വഭാവങ്ങളും മാറ്റിവെച്ച് ന്യൂ ജനറേഷൻ ആയി മാറിയിരിക്കുകയാണ് മാഡം. ഞങ്ങൾ 3 പേരും തമ്മിലുള്ള സംഗമം ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. അമ്മായിമ്മയ്ക്കൊന്നും അറിയില്ല, കുട്ടികൾക്കും അറിയില്ല. കുട്ടികൾക്കിപ്പോൾ ഞങ്ങൾ വേറെ മുറിയിൽ എല്ലാം ഒരുക്കി വെച്ചു, അവരെ അവിടെ കിടത്തി ശീലിപ്പിച്ചു. അങ്ങനെ എല്ലാം ശീലിപ്പിച്ചിട്ടാണ് ഹസ്ബൻഡ് തിരിച്ചു പോയത്. ഞാനിപ്പോൾ സംതൃപ്തയാണ്. ഭർത്താവിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. എന്നാലും ഭർത്താവിൻ്റെ അനിയനും ഭർത്താവും തമ്മിൽ സാധാരണ രീതിയിലുള്ള സഹോദര ബന്ധമല്ലെന്ന് എനിക്ക് മനസ്സിലായി. അവർ പണ്ട് എന്തൊക്കെയോ മറ്റ് ബന്ധങ്ങളും ഉണ്ടായിരുന്ന ആൾക്കാരാണെന്ന് എനിക്കവരുടെ ആക്ടിവിറ്റീസിൽ നിന്ന് മനസ്സിലായി. എൻ്റെ ഭർത്താവിൻ്റെ തളർച്ചയിൽ എൻ്റെ അനിയനും ദുഃഖമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, വീണ്ടെടുക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പണ്ടവർ തമ്മിൽ വളരെ സ്നേഹബന്ധമായിരുന്നു, അതിന് കടന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ചേച്ചി അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ചേച്ചിയുടെ സ്നേഹവും ചേച്ചിയുടെ ഇഷ്ടവും മാത്രമാണ് ഞങ്ങളുടെ മനസ്സിലെന്നാണ് അനിയൻ പറയുന്നത്. ഇപ്പോൾ ചില ദിവസങ്ങളിൽ രാത്രി ഭർത്താവ് വീഡിയോ കോൾ വിളിക്കും. അപ്പോൾ ഞാനും അനിയനും ഒക്കെ ആയിരിക്കും. ഭർത്താവിനിപ്പോൾ നല്ല മാറ്റമുണ്ട്. എൻ്റെ കൂടെ അനിയനെ കാണുമ്പോൾ നല്ല മാറ്റങ്ങൾ ഭർത്താവിനുണ്ടാകുന്നു മാഡം. അടുത്ത വട്ടം വരുമ്പോൾ എല്ലാം ഓക്കെ ആകുമെന്നാണ് ഭർത്താവ് പറഞ്ഞത്. ഒരു ചികിത്സയുമില്ല. പക്ഷേ ഭർത്താവിനിങ്ങനെ ഒരു തളർച്ച സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. അതുമാത്രമല്ല, ഭർത്താവും ഭർത്താവിൻ്റെ അനിയനും തമ്മിലും അത്രയ്ക്ക് ഡീപ്പായുള്ളൊരു ബോണ്ട് ഉണ്ടായിരുന്നെന്നും ഇപ്പോൾ ഭർത്താവിനെ റിക്കവർ ചെയ്യാൻ സഹായിക്കുന്നത് ഭർത്താവിൻ്റെ അനിയൻ്റെ സാന്നിധ്യമാണെന്നും ഓർക്കുമ്പോൾ എല്ലാം വിചിത്രമായിട്ട് എനിക്ക് തോന്നുന്നു മാഡം. ഞാൻ സംതൃപ്തയാണ്. എന്നാലും മാഡത്തിൻ്റെ ചാനലിലെ കഥകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതവും വിചിത്രമായ കഥകളാണല്ലോ. മാഡം ഇത് കേട്ടിട്ടൊരു മറുപടി പറയുമ്പോൾ എനിക്കത് കേൾക്കാമല്ലോ എന്ന് കരുതി ഞാൻ എഴുതി അയച്ചതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത് കുറച്ച് വ്യത്യസ്തമായ പാറ്റേണിലുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ സഹോദരന്മാർ തമ്മിലോ അല്ലെങ്കിൽ അച്ഛനും മകനും തമ്മിലോ അമ്മയും മകളും തമ്മിലോ ഈ കാലഘട്ടത്തിലൊന്നും പറയാൻ പറ്റില്ല. ഏത് കാലഘട്ടത്തിലാണെങ്കിലും മനുഷ്യർ തമ്മിൽ ഈ ബന്ധങ്ങളുടെയൊക്കെ നില മറന്നിട്ട് പലതരം ബന്ധങ്ങളുമുണ്ട്. ഇപ്പോൾ ആണും പെണ്ണും മാത്രമേ ബന്ധമുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എല്ലാം ഈ ലോകത്തിൽ പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ അത് വളരെ കുറവായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. എന്തായാലും ഭർത്താവിന് കൊറോണ വന്ന ശേഷം മാനസികമായും ശാരീരികമായിട്ടും ഒത്തിരി ഡൗൺ ആയതുകൊണ്ടാണ് മരുന്നുകളൊന്നും ഫലിക്കാതിരുന്നത്. കൂടുതലും മാനസികമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ മാനസികവും മറ്റുള്ളതുമായ ചികിത്സകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അനിയൻ്റെ കൂടെ പോയി ചികിത്സിക്കുന്നു എന്നാണ് ഭർത്താവ് പറഞ്ഞത്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. നിങ്ങളും ഭർത്താവും കൂടെ ശരിക്കും മനസ്സിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടി ഒരു സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ പോയി കാണുകയാണെങ്കിൽ അങ്ങേരുടെ ആ ഒരു മനസ്സ് പിടികിട്ടും. പക്ഷേ അനിയനും ചേട്ടനും തമ്മിലുള്ള രഹസ്യമായ ബന്ധങ്ങളുടെ പേരിൽ, രഹസ്യതന്ത്രങ്ങളുടെ പേരിൽ അവർ തമ്മിൽ എന്തൊക്കെയോ ചുറ്റിക്കളികൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ പുരുഷന്മാരെ സ്ത്രീകളെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന 2 ആണുങ്ങളായിരിക്കാം അവരെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അങ്ങനെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. എന്തായാലും നിങ്ങൾ ഓക്കെ ആയതുകൊണ്ട് ഇപ്പോൾ അത് തോണ്ടി കുഴിച്ചു നോക്കാൻ പോകേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങളെയും അനിയനെയും ഒന്നിച്ച് കാണുമ്പോഴേക്കും ഭർത്താവിനിപ്പോൾ നല്ല മാറ്റങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോഴേക്കും അയാൾ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അനിയനും അയാളും തമ്മിലുള്ള ആ ഒരു ബോണ്ടിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ അവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. തൽക്കാലം പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഈ കഥ വളരെ വ്യത്യസ്തമായൊരു കഥയെന്ന് കൺസിഡർ ചെയ്ത് ഞാൻ വായിക്കുന്നു. ഉപദേശങ്ങളായിട്ട് എനിക്കൊന്നുമില്ല. ഒരു ബന്ധമാകുമ്പോഴേക്കും അതിൽ എല്ലാ സ്ഥലത്തേക്കും നമ്മളൊന്ന് കണ്ണോടിച്ച് ജാഗരൂകരായിട്ട് ജീവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ബ്ലൈൻഡായിട്ട് ആരെയും വിശ്വസിക്കരുത്.